Namaste, Ranjit, Trishur. A student of Mahatma Chowkokshian Marshall. യോഗ പ്രാണവിദ്യയുടെ ഇന്ത്യയിലെ സീനിയർ ട്രെയിനറാണ്. തൃശ്ശൂരാണ് എൻ്റെ ട്രെയിനിങ് സെൻ്റർ ഉള്ളത്. മുമ്പ് ഇവിടെ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ ഹീലറായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അധികം സമയവും ട്രെയിനിങ്ങിന് വേണ്ടി ചെലവഴിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹീലർ ആവുമ്പോൾ ഒരു നല്ലൊരു ഹീലറാവാൻ എന്ത് വേണം, ഹീലിംഗ് പഠിക്കുക എന്നുള്ളത്, അടിസ്ഥാനപരമായ ഹീലിംഗ് പഠിക്കുക. നമുക്ക് തന്നെ സ്വയം ചികിത്സിക്കാനുള്ള ഒരു വിദ്യ നമുക്ക് കയ്യിൽ ആവശ്യമാണ്. വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ട് ഇഫക്റ്റീവായിട്ട് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുക. പ്രാണ എത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നു. ഈ അറ്റ്മോസ്ഫിയറിൽ ധാരാളം പ്രാണയുണ്ട്. പ്രാണ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾ, സംസ്കൃത വാക്കാണ്. ജീവനെ നിലനിർത്താൻ സഹായിക്കുന്ന ഊർജം എന്നാണ്. ഭക്ഷണത്തിൽ നിന്നും, വായുവിൽ നിന്നും, സൂര്യനിൽ നിന്നും, ഭൂമിയിൽ നിന്നും എല്ലാം നമുക്കിത് ലഭ്യമാകുന്നുണ്ട്. അല്ലാതെ തന്നെ പ്രകൃതിയിൽ പ്രാണ വളരെ സൂക്ഷ്മമായ കണങ്ങളായിട്ട് പ്രകൃതിയിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് സ്വാംശീകരിച്ചെടുക്കാൻ പഠിക്കലാണ് ഹീലിങ്ങിൽ പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ പ്രാണനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുക. കൈകളിൽ സംവേദനക്ഷമതയുണ്ടാക്കുക. നമുക്ക് രോഗനിർണയം നടത്താൻ ഒരാളെ ശരീരത്തിൽ സ്പർശിക്കാതെ തന്നെ ഏതേത് ഭാഗങ്ങളിലൊക്കെയാണ്, എന്തൊക്കെയാണ് എനർജിയുടെ ബ്ലോക്കേജസ് ഉള്ളത്. അതുപോലെ തന്നെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ട്, ചക്രാസ് എന്ന് യോഗിക് പാരമ്പര്യങ്ങളിൽ പറയും. അപ്പോൾ ഓരോ ക്രൗൺ, ഫോർഹെഡ്, ആജന, ത്രോട്ട്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഹാർട്ട്, ഫ്രണ്ട് ആൻഡ് ബാക്ക് സോളാർ പ്ലെക്സസ്, നാവൽ, ഫ്രണ്ട് ആൻഡ് ബാക്ക് സ്പ്ലീൻ, സെക്സ്, ബേസിക് ആൻഡ് മെയിൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട 11 ചക്രകളാണുള്ളത്. ഓരോന്നിനും ഓരോ തരത്തിലുള്ള ശക്തികളും കഴിവുകളാണുള്ളത്, ഡിഫറെൻ്റ് ആസ്പെക്ട്സ്. ഈ ഫിസിക്കൽ ഫങ്ഷൻ ഇപ്പോൾ ക്രൗണ്ട് ബ്രെയിനിനെയും ഗ്ലാൻഡുകളെയും, ബ്രെയിനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്ലാൻഡുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും പ്രത്യേകമായ ശക്തിവിശേഷങ്ങളുണ്ട്. അപ്പോൾ അതിനെ സ്കാൻ ചെയ്ത് നോക്കാനായിട്ട് കയ്യിൽ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ആ ഫീലിംഗ് ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ ആ ഫീലിംഗ് കിട്ടാനായിട്ട് പഠിക്കും. അതിനുള്ള യോഗിക് ടെക്നിക്കൊക്കെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കും. നിങ്ങൾക്കത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കൈകളിൽ വരും. പിന്നീട് പ്രാക്ടീസ് ചെയ്യണം. ഇതൊരു അറിവ് മാത്രമല്ലല്ലോ, ഇതൊരു കഴിവും കൂടിയാണ്. അപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്തോറും അത് കൂടുതൽ നമുക്ക് ഫീലിങ്ങുകൾ വ്യത്യസ്തമായ രൂപത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എനർജിയെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യന്, ഒരു ഫിസിക്കൽ ബോഡിക്ക് ചുറ്റും അതിൻ്റെ തന്നെ എനർജി ബോഡിയുണ്ട്. അത് ഈതർ ഫോമിലാണ്. വളരെ സൂക്ഷ്മമായ എനർജി ആണെങ്കിലും അത് ഈതർ ഫോമിലാണ്. പരിശീലനം സിദ്ധിച്ച ഒരാൾക്ക് ഒരാളുടെ ഊർജ്ജ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ എവിടെയൊക്കെ രോഗം ബാധിച്ചു എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് നോക്കിയിട്ട് ഏത് ചക്രയാണ് അത് ഡിപ്ലീറ്റായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് ശരീരത്തിൽ സ്പർശിക്കാതെ തുടക്കത്തിലൊക്കെ നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ അത്ര ഈസി ആവാത്തത് കൊണ്ട് കൈകൾ സംവേദനക്ഷമമാക്കിയിട്ട് ശരീരത്തിൻ്റെ ഓരോ ചക്രകളുടെയും പൊസിഷനിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കവിടെ എനർജി കൺജസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അവിടെ എനർജി സഫീഷ്യൻ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള പരിശീലനം കൊണ്ട് അത് സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് ഈസിയായിട്ട് പരിശീലിച്ച് സ്കാൻ ചെയ്ത് നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. ചക്രകൾ എപ്പോഴും ഊർജ്ജത്തെ സ്വാംശീകരിച്ചു കൊണ്ടിരിക്കുന്നു. ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ അത് ഊർജ്ജം ശരീരത്തിലേക്ക് വേണ്ടി അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഊർജം എക്സ്പെൽ ചെയ്ത് കളയും, ചീത്ത ഊർജ്ജങ്ങളെ പുറത്തേക്ക് റിജക്റ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഈ ഓരോ ചക്രകളും അത് ശരീരത്തിൻ്റെ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആ ശരീരഭാഗങ്ങളും അവയവങ്ങളുമായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഈ ചക്രകളിൽ കൂടെ നമുക്ക് ക്ലീൻ ചെയ്ത് എനർജി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു നല്ലൊരു ഹീലർ ആവാനായിട്ട് ചെറിയ പരിശീലനങ്ങൾ ചിട്ടയായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രം. കൈകൾ സംവേദനക്ഷമമാക്കിയിട്ടുള്ള പരിശീലനങ്ങൾ ചെയ്യണം.
അത് കൂടുതൽ മികച്ചതാവാനായിട്ട് നമുക്ക് ശാരീരികമായിട്ടുള്ള കുറച്ച് വ്യായാമങ്ങൾ ചെയ്യണം. വളരെ സിമ്പിൾ എക്സസൈസുകളാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, നമുക്കൊക്കെ അറിയാവുന്ന എക്സസൈസുകളാണത്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ചക്രകളൊക്കെ ക്ലെൻസ് ആവുകയും ക്ലീനിങ് ആവുകയും അതിൽ കൂടെ ശക്തിയായിട്ടുള്ള ഊർജ്ജം അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഈ എനർജിയെ ഫീൽ ചെയ്യാനായിട്ട്, നമ്മുടെ ശരീരത്തിൽ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന എനർജിയെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരാളുടെ രോഗനിർണയം നടത്താനായിട്ട് വളരെ ഈസിയാണ്. അതുപോലെ രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് എനർജിയുടെ കൂടുതൽ ആധിക്യം, കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നു, എവിടെയൊക്കെയാണ് ഡിപ്ലീറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ ശുദ്ധീകരണം ചെയ്യാം. ആ ഭാഗത്തെ എനർജി പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കൈകളിൽ ആക്ടിവേറ്റ് ചെയ്ത് കൈകളിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുന്ന എനർജി കൊണ്ട് അതിനെ നമുക്ക് കോരിയെടുത്തുകൊണ്ട് നമുക്ക് ഡിസ്പോസ് ചെയ്ത് കളയാം. അങ്ങനെ കൃത്യമായി ക്ലീനിങ് ആയോ എന്ന് നമുക്ക് വീണ്ടും കൈകൾ കൊണ്ട്, സംവേദനക്ഷമമാക്കിയ കൈകൾ കൊണ്ട് സ്കാൻ ചെയ്ത് അവിടെ ക്ലീനിങ് ആയോ എന്ന് നോക്കാം. ക്ലീനിങ് ആയാലും വീണ്ടും അവിടെ ഡേർട്ടി എനർജിയുടെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ വീണ്ടും ക്ലീനിങ് ആയാലും വീണ്ടും നമുക്ക് ക്ലീനിങ് ചെയ്യാം. ക്ലീൻ ചെയ്ത് കൈകളൊക്കെ നല്ലപോലെ ശുദ്ധീകരിക്കണം. കയ്യിൽ സ്പർശിക്കാതെ തന്നെ നമുക്ക് ശരീരത്തിൽ പറ്റിപ്പിടിച്ച സ്കാൻ ചെയ്തപ്പോഴും ക്ലീൻ ചെയ്തപ്പോഴൊക്കെ പറ്റിപ്പിടിച്ച ഊർജ്ജത്തെ നമുക്ക് കളയാം, ഡിസ്പോസ് ചെയ്ത് കളയാനുള്ള മെത്തേഡുകളുണ്ട്, സിമ്പിൾ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഊർജ്ജത്തെ സ്വാംശീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചക്രകളിൽ കൂടെയും നമ്മളുടെ എല്ലാ ചക്രകളിൽ കൂടെയും എനർജി അബ്സോർബ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹീലറുടെ ചക്രകളൊക്കെ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുക, അതിൽ കൂടെ ചീത്ത ഊർജ്ജങ്ങളെ പുറത്തേക്ക്, ഹീലറിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചീത്ത ഊർജ്ജങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എക്സ്പെൽ ചെയ്ത് പോവുകയും അതിന് സമാനമായ ശക്തിയായിട്ടുള്ള ഊർജ്ജത്തെ സ്വീകരിക്കാനുള്ള കഴിവ് ചക്രങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഹീലറുടെ പ്യൂരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. മാത്രമല്ല എനർജി സ്വീകരിക്കാനുള്ള ശക്തിയും അവിടെ ഹീലർക്ക് ഡെവലപ്പ് ചെയ്യുന്നു. നമുക്ക് എടുത്തുകൊണ്ടേ കൊടുക്കാം എനർജി, അല്ലാണ്ട് നമ്മൾ നിറച്ച് വെച്ചിട്ട് ഹീലിംഗ് കൊടുക്കല്ല. അപ്പോൾ ക്ലീനിങ് ചെയ്തതിന് ശേഷം എനർജിയെ സ്വാംശീകരിച്ചെടുക്കാനായിട്ടുള്ള വ്യത്യസ്തമായ മെത്തേഡുകളുണ്ട്. വളരെ ലളിതമായി പരിശീലിക്കാവുന്ന വ്യത്യസ്തമായ ടെക്നിക്സ്. അത് ഉപയോഗിച്ചുകൊണ്ട് എനർജിയെ അബ്സോർബ് ചെയ്യാം നമുക്ക്. എന്നിട്ട് എനർജി അവിടെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വ്യായാമമൊക്കെ ചെയ്ത് നമ്മുടെ ചക്രകളൊക്കെ സഫിഷ്യൻ്റായിട്ട് എനർജി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ പ്രാണായാമങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട്. യോഗിക് ബ്രീത്തിങ് എന്നാണ് യോഗ പ്രാണവിദ്യയിൽ അത് അറിയപ്പെടുക. ശ്വാസം എടുക്കുക, അബ്ഡോമിനൽ ബ്രീത്ത് എടുക്കുക, ഹോൾഡ് ചെയ്യുക, എക്സ്ഹേൽ ചെയ്തുകൊണ്ട് ശ്വാസം. ആ പരിശീലനം നിത്യമായിട്ട് ചെയ്യുമ്പോൾ ഹീലർ നിറയെ ശക്തനായിട്ട് ബിക്കം പവർഫുൾ ഹീലർ. അപ്പോൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, പ്രാണായാമങ്ങൾ പരിശീലിക്കുക, വളരെ കുറച്ച് സമയം ചെയ്യുക, ഒരു നിർദ്ദിഷ്ട സമയം ചെയ്യുക. അതിനുശേഷം ധ്യാനം, ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ധ്യാന സമ്പ്രദായം ഉണ്ട്, അത് പരിശീലിക്കുക. ധാരാളം ഊർജം സ്വീകരിക്കാനുള്ള കഴിവ് നമുക്ക് ആർജിക്കാനായിട്ട് സാധിക്കും. ഒരു ഹീലർക്ക് സ്വീകരിച്ച് അവിടെ ഊർജത്തെ കൊടുക്കുക. ദെൻ ആ ഊർജം അവിടെ നിന്ന് പോകാതിരിക്കാനായിട്ട്, ഇവാപ്പറേറ്റ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് സ്റ്റെബിലൈസ് ചെയ്യുക. സ്റ്റെബിലൈസ് ദെൻ റിലീസ് ദ കോഡ്. അതായത് പേഷ്യൻറ്റും ഹീലറും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുക. പറഞ്ഞു വന്ന സബ്ജക്റ്റ് ഇതായിരുന്നു. ഒരു ഹീലർ നല്ല ഹീലറാവണമെങ്കിൽ വ്യായാമം കൃത്യമായി ചെയ്യണം, പ്രാണായാമങ്ങൾ കൃത്യമായി ചെയ്യണം, ധ്യാനങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ മെഡിറ്റേഷൻ റെഗുലറായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലൊരു ഹീലറാവാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് നമുക്ക് രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. അതിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലീനായി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയും. എനർജി കൊടുത്ത് അവിടെ എനർജി സഫിഷ്യൻ്റ് ആയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയും. അതിനുശേഷം അവിടെ നമുക്ക് എനർജിയെ സ്റ്റെബിലൈസ് ചെയ്യാനറിയും. അങ്ങനെ വ്യത്യസ്തമായ ചെറിയ പരിശീലനങ്ങൾ കൊണ്ട് നമുക്കൊരു നല്ല ഹീലറാവാനായിട്ട് സാധിക്കും. താങ്ക് യു. നമസ്തേ.